ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശാന്തം ശാശ്വതം അപ്രമേയമനഘം നിർവാണശാന്തിപ്രദം ബ്രഹ്മാശംഭുഫണീന്ദ്രസേവ്യമനിശം വേദാന്തവേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാലചൂഡാമണിം. ഹരിഃ ഓം. നമ്മൾ അധ്യാത്മരാമായണം ബാലകാന്ഡം അർത്ഥസഹിതം കാണുന്നു. 450 വരെ കണ്ടു. തുടർന്ന് കാണുന്നു. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ. പൗലസ്ത്യൻ എന്ന് പറഞ്ഞാൽ പുലസ്ത്യൻ്റെ പുത്രൻ വിശ്രവസ്. ആ പൗലസ്ത്യൻ്റെ മകൻ രാവണൻ. തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗത്പതേ. അവർ ബ്രഹ്മാവും ദേവന്മാരും എല്ലാം കൂടി ഭഗവാനെ കണ്ടിട്ട്, നാരായണനെ കണ്ടിട്ട്, വിഷ്ണുദേവനെ കണ്ടിട്ട് പറയുകയാണ്, 3 ലോകങ്ങൾ, സ്വർഗം, ഭൂമി, പാതാളം, ഇതെല്ലാം മിക്കവാറും ജഗത്പതേ, ജഗത്തിൻ്റെ പതിയായിരിക്കുന്നവനെ, ഇതെല്ലാം നശിച്ചു പോയി മിക്കവാറും. മദ്ദത്തവരബലദർപ്പിതനായിട്ടതിനിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ. മദ്ദത്തം ബ്രഹ്മാവ് പറയാണ്, എന്നാൽ ദത്തം നൽകപ്പെട്ട വര, ആ വരബലത്തിനാൽ ദർപ്പിതനായി, അഹങ്കാരിതനായിട്ട്, അതിനിർദയം, ഒരു ദാക്ഷിണ്യമില്ലാതെ മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ, എല്ലാ വിശ്വത്തിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാ വിശ്വത്തിനെയും നശിപ്പിക്കുന്നു രാവണൻ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. ലോകപാലന്മാർ എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലന്മാരുണ്ട്, നമുക്ക് പാലകന്മാരുണ്ട്. അവരെയും തച്ചാട്ടിക്കളഞ്ഞ്, വളരെ ദൂരേക്ക് കളഞ്ഞിട്ട്, യുദ്ധം ചെയ്തെല്ലാം കളഞ്ഞിട്ട് ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. അപ്പോൾ ആ ഒരു ഏകാധിപതിയുടെ രൂപത്തിൽ ആക്കി വെച്ചു ലോകമെല്ലാം. അപ്പോൾ മാത്രമാണ് പാകശാസനനെയും, പാകശാസനൻ ആ സ്വർഗത്തിൻ്റെ അധിപതി ഇന്ദ്രൻ, സമരേ കെട്ടിക്കൊണ്ടു, സമരേ യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയിട്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. നാഗശാസന സ്വർഗത്തെ അവിടെ ഭരിക്കുകയാണ്. ദശാനനൻ, ആനനം മുഖം. യാഗാദി കർമ്മങ്ങളും മുടക്കി, യാഗങ്ങളൊന്നും ചെയ്യാനായിട്ട് ആരെയും സമ്മതിക്കുന്നില്ല. അത്രയല്ല, യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു. ആ യോഗീന്ദ്രന്മാരായിട്ടിരിക്കുന്ന, യോഗി യുജധാതുവാണ്, ജീവപരയോരൈക്യമാണ്, അല്ലെങ്കിൽ ശരീരമന സംയോഗമായ മറ്റേ അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന ആ യോഗം അങ്ങനെ എടുക്കാം. ആ യോഗീന്ദ്രന്മാരായ മുനിമാരെയും, മനനശീലവാൻ മുനി, മൗനശീലവാൻ മുനി, അങ്ങനെ ആ മനനശീലവാൻ മുനി, മനനം ചെയ്യുന്ന ആ മുനിമാരെയും ഭക്ഷിക്കുന്നു, കഴിക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ, ആ ധർമ്മപത്നികളെയെല്ലാം പിടിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താണ്? ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും, മര്യാദ ഒക്കെ നശിച്ചു പോയി, മുടിഞ്ഞുപോയി, ധർമ്മവും മറഞ്ഞുപോയി. മർത്യനാലൊഴിഞ്ഞ അവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗത്പതേ. മർത്യൻ, മൃത്യുള്ളവനാണ് മർത്യൻ, മനുഷ്യനൊഴിച്ച് ആർക്കും അവനെ മറ്റാരാലുമേ മൃത്യു വരില്ല അവന്, രാവണന്. മുന്നേ കൽപ്പിതം ജഗത്പതേ. ഈ വരങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ബ്രഹ്മാവാണ്. അപ്പോൾ അവിടെ ഘോരമായ രൂക്ഷമായ തപസ്സാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. തലയൊക്കെ അറുത്ത് തീയിൽ ഹോമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി, നിന്തിരുവടി തന്നെ മനുഷ്യനായിട്ട് പിറന്നിട്ട് പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. ആ പങ്ക്തിഗന്ധരൻ രാവണൻ, ഗന്ധരം കഴുത്ത്, ആ ദയാനിധേ അങ്ങ് തന്നെ കൊല്ലണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് സ്ഥൂലാർത്ഥത്തിൽ രാവണനെന്നും രാമെന്നും ഒക്കെ പറയുമ്പോഴും നമുക്ക് സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ആ മാലിന്യങ്ങൾ, വാസന മാലിന്യങ്ങൾ നീങ്ങിയിട്ട് രാവണന്മാർ നടമാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ മനസ്സ്, ബുദ്ധി, അന്ധകരണം അവയെല്ലാം എപ്പോഴാണോ ശുദ്ധമാവുന്നത്, അപ്പോഴാണേ ഭഗവാൻ അവിടെ ഇരിക്കത്തുള്ളൂ. കളിപ്പന്തലിട്ട് വിളയാളിടുക അച്യുത എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വരണം എന്നാണ്. സന്തതം നമസ്കാരം അതിനു മധുരിഭോ. അതിനായിട്ട് എപ്പോഴും നമസ്കരിക്കുന്നു ഞങ്ങൾ. മധുരിഭോ എന്ന് പറഞ്ഞാൽ മധുകൈഠപന്മാരെ കൊന്നിട്ടുള്ള ആൾ. ചെന്തളിരടീണ, ആ നല്ല ചുവന്ന താമരപ്പൂ പോലുള്ള പാദങ്ങൾ ചിന്തിക്കായി വരേണമേ എന്ന് പറയുന്നു ബ്രഹ്മാവ്.
പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനീവം. പത്മസംഭവൻ, താമരയിൽ നിന്നും സംഭവിച്ചവൻ, ബ്രഹ്മാവ് യുദ്ധം ഇപ്രകാരം ഉണർത്തിച്ചതു നേരം ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞ സമയത്ത് പത്മലോചനൻ, ആ താമരയിതൾ പോലെ കണ്ണുള്ള ഭഗവാൻ ചിരിച്ചരുളി ചെയ്താനേവം ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞ്? ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. നേരത്തെ പണ്ട് കശ്യപ പ്രജാപതി ആ പുത്ര ലഭിക്കാൻ വേണ്ടിയിട്ട്, പുത്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ചിത്തശുദ്ധിയോടെ എന്നെ വളരെ കാലം സേവിച്ചിരുന്നു. ദത്തമായിതുവരം സുപ്രസന്നേനമയ, ഞാൻ വളരെ പ്രസന്നനായിട്ട് ദത്തമായിതുവരം വരം കൊടുത്തിരുന്നു അന്ന്. തദ്വജ സത്യം കർത്തും ഉദ്യോഗമദ്യൈവമേ, ആ വാക്ക് സത്യമായിട്ട് വരാനായിട്ടുള്ള പ്രവൃത്തികൾ ഞാൻ ഇപ്പോൾ ചെയ്യാം. എന്താണ്? കശ്യപൻ ദശരഥ നാംന, ദശരഥൻ എന്നുള്ള പേരിൽ കശ്യപൻ രാജന്യേന്ദ്രനായി, രാജാക്കന്മാരുടെ രാജാധിപതിയായിട്ട്, രാജരാജേന്ദ്രനായിട്ട് കശ്യപീതലേ ഭൂമിതലത്തിൽ തിഷ്ഠത്യധുന, ഇപ്പോൾ ഇരിക്കുന്നു. അധുനാ തിഷ്ഠതി. വിധാതാവേ, അല്ലയോ ബ്രഹ്മാവേ, തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും, അങ്ങയുടെ ഭാര്യ ആകുന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്ന അതിഥി, അന്ന് അതിഥിയാണ്, അതിഥി ഇപ്പോൾ കൗസല്യാദേവിയായിട്ട് വന്നിട്ടുണ്ട്. തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും, അവരുടെ പുത്രനായിട്ട് ഞാൻ വന്ന് ജനിക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും, ചിത്സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരീ. ഇപ്പം ചിത്സ്വരൂപിണിയായിരിക്കുന്ന എൻ്റെ ശക്തിയായ യോഗമായ ദേവി ജനകാലയെ വന്നു. ജനകൻ്റെ വീട്ടിൽ വന്നിട്ട് കീകസാത്മജകുലനാശകാരിണിയായി, കീകസാത്മജകുലം രാവണവംശത്തിൽ നാശത്തെ ഉണ്ടാക്കാനായിട്ട് മേദിനി തന്നിൽ, മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി, ആ മധുകൈഠഭന്മാരുടെ മേധസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവളായതുകൊണ്ടാണ് മേദിനി എന്ന് പറയുക എന്നാണ് അറിയുന്നത്. തന്നിരയോനിജയായി ഉണ്ടായി വരും, അപ്പോൾ പ്രസവിക്കാതെ അയോനിജ, യോനിയിൽ നിന്ന് ഉണ്ടാകാത്തവളായിട്ട് വരും. ആതിഥേയന്മാർ, ദേവന്മാർ കപിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പൻ എന്നരുൾ ചെയ്തു നാഥൻ. അങ്ങനെ ആ ഭൂമിദേവിക്കുണ്ടായ വല്ലാത്ത ഭാരത്തെ നമുക്ക് കുറയ്ക്കാം. വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ, വേദനായകനാരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നാണ് ആ വേദങ്ങൾ ഉത്ഭവിച്ചത് എന്നുള്ളതാണ്. അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. അപ്പോൾ ബ്രഹ്മാവും നമസ്കരിച്ചു ഭക്തിയോടെ എന്നാണ് പറഞ്ഞത്. ഇനി ആതിഥേയന്മാരെല്ലാം ആധി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. അപ്പോൾ ഈ ദേവന്മാരെല്ലാം ആധി തീർന്നതു നേരം, ദുഃഖമെല്ലാം ഒടുങ്ങിയിട്ട് ഭഗവാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് സമാധാനമായി. ആദിനായകൻ ഭഗവാൻ മറഞ്ഞിടിനോ എന്നും എപ്പോഴും അത് മാത്രമേ ഉള്ളൂ, തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും. മറഞ്ഞിടിനോരാശ നോക്കി, ഇവിടെ ആശ എന്ന് പറഞ്ഞാൽ ദിക്ക് നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ഭൂമിദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവ് ബ്രഹ്മാവ് ദേവകളോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ദാനവാരാതി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. അപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെ ആ ഒരു ദാനവ ആരാധി, അസുരന്മാരുടെ ശത്രുവായിട്ടുള്ള വിഷ്ണു ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് ഇവിടെ വന്ന് അവതരിക്കും. മാനവപ്രവരനായി വന്നവ ലക്ഷ്മീപതി, ലക്ഷ്മീ ദേവിയുടെ പതിയായിരിക്കുന്നവൻ. വാസരാധീശാന്വയേ, വാസരാധീശൻ സൂര്യവംശത്തിൽ. അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി. ആ ദേവേന്ദ്രൻ തുടങ്ങിയവരായ നിങ്ങളും വേണം വാസുദേവനെ പരിചരിച്ചു കൊള്ളാനായിട്ട്. ദാസഭാവേന ഭൂവിമണ്ഡലേ പിറക്കണം. അപ്പോൾ അങ്ങനെ ആ ദാസഭാവത്തിൽ ഭൂമിമണ്ഡലത്തിൽ പിറക്കണം എല്ലാവരും. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതു ധാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്. അപ്പോൾ ആ ദുരഭിമാനികളായ ആ രാവണനോടും
ഭൃത്യന്മാരോടും യുദ്ധം ചെയ്യുവാനായിട്ട് നിങ്ങൾ അവിടെ ഓരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും, കാനനം കാട്, ഗിരി പർവ്വതം, ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായി ഇതും വൈകിടാതെ, വാനരപ്രവരന്മാരായി വാനരമുഖ്യന്മാരായിട്ട് വൈകിടാതെ നിങ്ങളും പിറക്കണം. ഇനി സുത്രാമാദികളോട് പത്മസംഭവൻ നിജ, സുത്രാമാദികളാരാണ്? ഇന്ദ്രാദികളോട് പത്മസംഭവൻ ബ്രഹ്മാവ് നിജ ഭർത്തൃശാസനം, ഭഗവാന്റെ ആ ഒരു ശാസനം, ആ ഒരു അറിയിപ്പ് പറഞ്ഞു. അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പൊക്കു, സത്യലോകത്ത് പോയി. സത്വരം ധരിത്രിയും ഭൂമിദേവിയും പെട്ടെന്ന് അസ്തസന്താപം അതിസ്വസ്ഥയായി മരുവിനാൾ. സന്താപം തീർന്ന് സ്വസ്ഥയായി പാർത്തു മരുവിനാൾ. തത്കാലേ, അക്കാലത്തിൽ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ, ആ ദേവൻ പ്രമുഖന്മാരാകുന്ന ദേവന്മാരെല്ലാവരും ഹരിരൂപധാരികളായാരല്ലോ. അവിടെ രണ്ടർത്ഥമുണ്ട്. ഹരിരൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ കുരങ്ങുവിൻ്റെ രൂപത്തിലായി പിറന്നു. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ, മാനുഷഹരി സമവേഗ വിക്രമത്തോടെ, ആ ഒരു മനുഷ്യനായി അവതരിക്കുന്ന ആ ഒരു ഭഗവാനെ സഹായിക്കാനായിട്ട് നരസിംഹമൂർത്തിയുടെ ആ ശൗര്യത്തോടുകൂടി ഇനി പർവ്വത വൃക്ഷോപലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം, പർവ്വത വൃക്ഷ ഉപലം കല്ല് യോധികളായി അവ യുദ്ധം ചെയ്യുന്നവരായിട്ട് ഉന്നത വലിയ ഉയർന്ന പർവ്വതങ്ങളുടെ കുന്നിൻ്റെ തുല്യമായ ശരീരന്മാരായി അനാരദം, ആ ഒരു അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി, ഈശ്വരനെയും പ്രതീക്ഷിച്ച് പ്ലവക വൃന്ദേശ്വരന്മാരും ആ കുരങ്ങന്മാരുടെ കൂട്ടവും ഭൂവി സുഖിച്ചു വാണാറല്ലോ, അവരിവിടെ ഭൂമിയിൽ സുഖിച്ച് വാണു എന്ന് പറയുന്നു. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ, വളരെയധികം ഗുണങ്ങളുള്ള നൃപതി, ഭൂമിദേവിയുടെ പതി, ദശരഥൻ അമലൻ, യാതൊരു മലങ്ങളുമില്ലാത്ത വളരെ ഗുണങ്ങളുള്ള, അയോധ്യാധിപതി, അയോധ്യയുടെ അധിപതി, ധർമാത്മാവായ വീരനായിരിക്കുന്ന ദശരഥൻ, അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ, അമരകുലവര തുല്യൻ, അപ്പം ദേവന്മാരുടെ ആ കുല തുല്യൻ, അതിലെ ശ്രേഷ്ഠൻ, ഇന്ദ്രൻ്റെ തുല്യനായിട്ടുള്ള സത്യപരാക്രമൻ, ആ സത്യവിക്രമനായിട്ടുള്ള അങ്കജസമൻ കാമദേവന് തുല്യൻ, കരുണാരത്നാകരൻ, കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും, 3 ഭാര്യമാരാണ് ദശരഥന്. ഭാര്യമാരിവരോട്ടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഇതെല്ലാം വിചാരിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലം, അനപത്യത്വം കൊണ്ട് പുത്രന്മാരില്ല. പരിതാപേന, വളരെ ദുഃഖത്തോടെ, വളരെ താപത്തോടെ, മനസ്താപത്തോടെ, ഗുരുചരണാംബുജദ്വയം, ഗുരുവിൻ്റെ പാദങ്ങളാകുന്ന 2 പാദങ്ങളാകുന്ന അംബുജങ്ങൾ, താമരകൾ വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. ചോദിക്കുകയാണ്, നന്ദനന്മാരുണ്ടാവാൻ എന്താണ് നല്ലത്? പുത്രന്മാരില്ലാത്തതിനാൽ എനിക്ക് രാജ്യാദി സമ്പത്തു സർവവും, തുടങ്ങിയ എല്ലാ സമ്പത്തും ദുഃഖപ്രദമാണെന്ന് അങ്ങ് അറിയണം. വരിഷ്ഠതബോധനൻ, ശ്രേഷ്ഠനായ അല്ലെങ്കിൽ വസിഷ്ഠതബോധനൻ എന്നും പാഠഭേദമുണ്ട്. വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. എന്താണ്? നിനക്കു 4 പുത്രന്മാരൻ ഉണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. നരന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, നരന്മാരുടെ പതിയായിരിക്കുന്നവനെ, അവരെ നടത്തുന്നവനെ, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. നീ അത് മനസ്സിൽ വിചാരിച്ച് ദുഃഖിക്കൊന്നും വേണ്ട. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെ, ഋഷ്യശൃംഖ മഹർഷിയെ ഇപ്പോൾ വരുത്തണം. ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. അപ്പോൾ യാഗങ്ങൾ ചെയ്തിരുന്നു. അന്ന് കർമ്മകാണ്ഡങ്ങളാണ്. അന്നത്തെ കാലത്ത്
യാഗം ചെയ്തിരുന്നു. പുത്രകാമേഷ്ടി ചെയ്യാനാണ്, ആ യാഗം ചെയ്യാനാണ് പറയുന്നത്. ഇനി അതിനെപ്പറ്റിയാണ് പറയണേ. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ആ ഒരു വിഭാണ്ഡക മഹർഷിയുടെ മകനെ വരുത്തി. അദ്ദേഹമാണ് ഋഷ്യശൃംഗൻ. ശാലയും പണിഞ്ഞു, അവിടെ യാഗശാല പണി ചെയ്ത് സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അദ്ദേഹം യാഗം ദീക്ഷിച്ചു. അശ്വമേധാനന്തരം താപസന്മാരുമായി, ആദ്യ അശ്വമേധം ചെയ്തു, അറിയാമല്ലോ അശ്വമേധയാഗമുണ്ട്. എന്നിട്ട് താപസന്മാരുമായിട്ട് വിശ്വനായക സമനാക്കിയ ദശരഥൻ, വിശ്വനായകൻ അവതാരം ചെയ്വതിനായി, അതൊക്കെ ചെയ്തിട്ട് വിശ്വനായകൻ ഭഗവാൻ അവതരിക്കേണ്ടേ, ഇവരുടെ മകനായിട്ടാണ് അവതരിക്കേണ്ടത്. ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും മകനായിട്ട് ചെയ്വതിനായി വിശ്വാസത്തോടും ഭക്തിയോടും കൂടിയാണ് ചെയ്യുന്നത്. പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ, ആഹുതി ഹോമിക്കുന്നത്, ഒരു ഋഷ്യശൃംഗനാൽ ഹോമിക്കപ്പെട്ട വിശ്വദേവതാഗണം, ഭൂമിയിലെ ദേവതാഗണങ്ങളെല്ലാം ഗണം കൂട്ടം തൃപ്തമായ തുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി, സ്വർണ്ണപാത്രത്തിൽ ഉള്ള പായസത്തോടുകൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. അതിൽ നിന്നും അഗ്നിദേവൻ പായസവും കൊണ്ട് പൊങ്ങി വന്നു. താവകം പുത്രീയമീപ്പായസം കൈക്കൊള്ളുക നീ, നിനക്ക് പുത്രന്മാരുണ്ടാകാനുള്ള പായസമാണിത്, നീ സ്വീകരിക്കൂ. ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും, പാവകൻ അഗ്നി ദേവനിർമ്മിതമാണിതെന്ന് പറഞ്ഞു കൊടുത്തു. ഭൂപതി പ്രവരന്, രാജശ്രേഷ്ഠന് കൊടുത്തു. എന്നിട്ട് അതായത് രാജശ്രേഷ്ഠനായ ദശരഥന് കൊടുത്തു. മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും, താപസന്മാരുടെ മഹർഷിമാരുടെ ആജ്ഞ കൊണ്ട് സ്വീകരിച്ചു. ആര്? നൃപതി രാജാവ് സ്വീകരിച്ചു. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം, ദക്ഷിണയും കൊടുത്തിട്ട് നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥന, സമർത്ഥനായിട്ടുള്ള ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ, അപ്പോൾ തന്നെ പ്രീതിയോടെ നമസ്കരിച്ചു. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ, പകുതി കൗസല്യാദേവിക്ക് കൊടുത്തു. ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയ്ക്കും, ആ ചഞ്ചലമായ മനസ്സോട് ആത്മന, ശൈഥില്യാത്മന പകുതി കൈകേയ്ക്കും കൊടുത്തു. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും, ആ തനിക്ക് കിട്ടിയതിൽ നിന്ന് പകുതിയിൽ നിന്ന് വീണ്ടും പകുതി, അപ്പോൾ കാൽഭാഗം ആർക്ക് കൊടുത്തു? കൗസല്യാദേവി സുമിത്രാദേവിക്ക് കൊടുത്തു. മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും, അത് കണ്ടപ്പോൾ കൈകേയും പാതി ആർക്ക് കൊടുത്തു? കാൽഭാഗം സുമിത്രാദേവിക്ക് കൊടുത്തു. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം, രാജാവിന് വളരെയധികം സന്തോഷമായി. തൽപ്രജകൾക്ക്, തൻ്റെ പ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പം അങ്ങനെ 3 ദശരഥ മഹാരാജാവിൻ്റെ റാണിമാർ 3 പേരും ഗർഭം ധരിച്ചു. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ, ഭൂമിയുടെ ഇന്ദ്രനായ ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. വിപ്രൻ ബ്രാഹ്മണൻ, അവരെയൊക്കെ വരുത്തി. അപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അതിനെ ബ്രാഹ്മണനായി ജനിച്ചവർ എന്ന് മാത്രമല്ല, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മത്തെപ്പറ്റി പഠിക്കുന്നവൻ, വേദത്തെ പഠിക്കുന്നവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ഗർഭരക്ഷാർത്ഥം, ആ ഗർഭത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷി, ആ സുന്ദരിമാർക്ക്, ഉൽപ്പലാക്ഷികൾക്ക് ആനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും, അവർക്ക് ആ ഗർഭത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. അപ്പം ഉള്ളിൽ രാജാവിനും അവരോടുള്ള സ്നേഹമെല്ലാം കൂടി. തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും, ബ്രാഹ്മണന്മാർക്കും പ്രജകൾക്കും ഭൂമിക്കും എല്ലാവർക്കും കൊടുത്തു, ദേവകൾക്കും. അല്പമായി ചമഞ്ഞിതു സന്താപം, അവിടെ സങ്കടമേ ഇല്ലാതായി. ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. അല്പഭാഷിണിമാർ, ഇവർ ഭാര്യമാർ, ധർമ്മപത്നിമാർക്ക് സീമന്ത പുംസവനാദി ക്രിയകളും ചെയ്തു. സീമന്തം, പുംസവനം തുടങ്ങിയ ക്രിയകളും ചെയ്തു. കാമാന്തം, കാമം തീരുവോളം ദാനങ്ങളും ചെയ്തിതു നരവരൻ. അപ്പം രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം ഈ ദാനങ്ങളും ചെയ്തു എന്ന് പറയുന്നു. ഹരി ഓം.